ഉത്തർപ്രദേശിലെ മധുരയിൽ കൂറ്റൻ വാട്ടർ ടാങ്ക് തകർന്ന് 2 പേർ മരിച്ചുവെന്ന വാർത്ത. 12 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട്. ആർ രാധാകൃഷ്ണൻ വീണ്ടും ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. പറയൂ രാധാകൃഷ്ണൻ. എസ് കെ എൻ, ദാരുണമായിട്ടുള്ള സംഭവമാണ് നമുക്ക് വീണ്ടും ഈ മഴയുടെ കെടുതികൾ എന്ന രീതിയിൽ അറിയാൻ സാധിക്കുന്നത്. മഴയുടെ കെടുതികൾ എന്നതിന് ഉപരിയായിട്ട് നിർമ്മാണത്തിലെ കെടുകാര്യസ്ഥത എത്രമാത്രം എന്നത് വിശദീകരിക്കുന്നത് കൂടിയാണ് ഈ സംഭവം. മധുരയിലാണ് സംഭവം, ഉത്തർപ്രദേശിലെ മധുര. അവിടെ വാട്ടർ ടാങ്ക്, ഏതാണ്ട് 3 വർഷത്തെ പഴക്കം മാത്രമുള്ള വാട്ടർ ടാങ്കിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. 3 പേർക്ക് മരണമുണ്ടായിരിക്കുന്നു, 3 പേർ മരിച്ചിരിക്കുന്നു, 13-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാകുന്ന വിധത്തിലാണ് ഉള്ളത്. ഈ സംഭവം കനത്ത മഴയ്ക്ക് തുടർച്ചയായിട്ടാണ് ഉണ്ടായത്. പക്ഷേ അതൊരു ന്യായമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മഴ പെയ്യുന്ന സാഹചര്യത്തിന് ഒക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഇതിന് അടിസ്ഥാനമായിട്ടുള്ള രീതിയിൽ ഇതിന്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നില്ല എന്നുള്ളതാണ്. ഒരു വാട്ടർ ടാങ്ക് ഒരു നാടിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതിന്റെ സുരക്ഷ ഏതു വിധത്തിൽ സംരക്ഷിക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് തീർത്തും അലക്ഷ്യമായിട്ട് ഒരുപക്ഷെ ഇതിന് പിന്നിലുള്ള അഴിമതിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ വാട്ടർ ടാങ്കിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് കാരണമായിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ഏതായാലും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഉത്തർപ്രദേശ് സർക്കാർ അറിയിക്കുന്നത്. പക്ഷേ 3 പേരുടെ ജീവൻ അത് നഷ്ടമായിരിക്കുന്നു. 13 പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. എസ് കെ. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ.